ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓണം സീരീസിന്റെ 4ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഇന്ന് ഓണം സദ്യയ്ക്ക് ആവശ്യമായിട്ടുള്ള നെല്ലിക്ക അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളിപ്പോൾ 1/2 കിലോ നെല്ലിക്ക എടുത്ത് കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ വേവിച്ചെടുത്തിട്ട് വരാം. നെല്ലിക്ക വേവിക്കാനായിട്ട് ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് നെല്ലിക്കയെല്ലാം അതിലേക്ക് തട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് ഈ നെല്ലിക്കയിൽ ചീത്തയായിട്ടുള്ള പാർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ചെത്തിക്കളയണം. ഇനി നമുക്ക് നെല്ലിക്ക മുങ്ങുന്ന രീതിക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നെല്ലിക്ക എല്ലാം ഇപ്പൊ മുങ്ങുന്ന രീതിക്ക് വെള്ളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തിളപ്പിക്കാം. ഇനി ഇത് അടുപ്പിൽ വെച്ചിട്ട് തിളപ്പിക്കാം. ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കുറച്ച് സമയം കൂടി കിടന്ന് തിളച്ചോട്ടെ. നമ്മുടെ നെല്ലിക്കയെല്ലാം നല്ല പാകമായിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ടിങ്ങനെ അമർത്തുമ്പോഴേക്കും അത് വിടർന്ന് വരണം. ഇതുപോലെ കുരുവിൽ നിന്ന് വേർപെട്ട് വരണം. ഇതാണ് അതിന്റെ പരുവം. ഓവറായിട്ട് വെന്ത് കുഴയാനായിട്ട് പാടില്ല. ഈ ഒരു സമയം നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം തീ. കൈ പൊള്ളാതെ സൂക്ഷിക്കണേ അങ്ങനെ കൈ വെച്ച് തൊടുമ്പോൾ. ഇനി ഇത് വെള്ളം മാറ്റിയിട്ട് തണുത്തതിന് ശേഷം നമുക്കിതിനെ വേർപെടുത്തിയെടുക്കാം. നമ്മുടെ നെല്ലിക്കയെല്ലാം ഇപ്പൊ നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ നെല്ലിക്കയും അടർത്തി എടുക്കാം. ഇങ്ങനെ എല്ലാം അടർത്തിയിട്ട് ഇനി കാണിച്ചു തരാം. നമ്മളിപ്പോൾ നെല്ലിക്കയെല്ലാം അടർത്തി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു 1/4 കപ്പ് വെളുത്തുള്ളിയും 6 പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി ഒരു 1/2 കപ്പോ അല്ലെങ്കിൽ 3/4 കപ്പോളം നമുക്ക് എടുക്കാം. നമ്മളിപ്പോൾ എന്തായാലും 1/4 കപ്പേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വരാം. ഇനി അച്ചാറുണ്ടാക്കാനായിട്ട് നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാവുമ്പോഴേക്കും അതിലേക്ക് 1/4 കപ്പ് നല്ലെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് കടുകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കടുകെല്ലാം കിടന്ന് പൊട്ടണം. കടുകെല്ലാം പൊട്ടുമ്പോഴേക്കും ഒരു 3-4 വറ്റൽമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇത്രയും വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നീളത്തിലാണ് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം.
നമുക്ക് ഈ ഒരു സമയം തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പിടിക്കും. ഈ ഒരു സമയം നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 3 ടീസ്പൂൺ മതിയാകും. എന്നിട്ട് ഇതിന്റെ പച്ചമണം മാറ്റിയെടുക്കുക. ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതിന്റെ പച്ചമണം മാറ്റിയെടുക്കുക. അര ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 3/4 ടീസ്പൂൺ ചേർക്കാം. അതിലും കൂടി കഴിഞ്ഞാലേ കഴിക്കും. പിന്നെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് പച്ചമണം മാറ്റിയെടുക്കാം. ഈ ഒരു സമയം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അത്രയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് വിനാഗിരി കൂടി ഈ ഒരു സമയം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന നെല്ലിക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൂട്ടും നെല്ലിക്കയുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു സമയം 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിൽ ചേർക്കുകയാണ്. നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മാത്രം ചേർത്താൽ മതി. അതിലേക്ക് അര കപ്പ് നെല്ലിക്ക വേവിച്ച വെള്ളവും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി അത്. കാരണം നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പും പുളിയും അതിലേക്ക് പിടിച്ചു കിട്ടാനാണ്. അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയം ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയം 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളൊരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ച മുളകും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 2 ടീസ്പൂൺ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളകാണ് നമ്മൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്നത്. അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പം നമ്മുടെ നെല്ലിക്കയെല്ലാം കറക്റ്റ് പരുവമായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സമയം തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചാറോടെ വേണമെങ്കിൽ നെല്ലിക്ക വേവിച്ച വെള്ളം, ബാക്കിയുള്ള വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് അതിനെ തിളപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. നെല്ലിക്ക ചാറോടെ ഇച്ചിരി കറിയോടെ കിട്ടും. നമ്മൾ എന്തായാലും ഈ ഒരു പരുവത്തിലാണ് ഓഫ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഉപ്പും പുളിയും എല്ലാം നോക്കിയിട്ട് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ തീ ഓഫ് ചെയ്യാവൂ. അതിനുശേഷം നമ്മൾ പച്ചയ്ക്ക് വിനാഗിരിയൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇനിയിപ്പോൾ നമ്മൾ തീയിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷമാണ് പുളി കുറവായിട്ട് തോന്നുന്നതെങ്കിൽ വിനാഗിരി തിളപ്പിച്ച് മാത്രമേ ഇതിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. ഇത്രയേ ഉള്ളൂ, നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നെല്ലിക്ക അച്ചാർ റെഡി. അപ്പം എല്ലാവരും ഈ ഓണത്തിന് സദ്യക്കൊപ്പം ഈ നെല്ലിക്ക ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുള്ളവരെല്ലാവരും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. താങ്ക്